ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ താൻ അറിയാതെ വർഷയുടെ കല്യാണം നടക്കാൻ പോവുകയാണെന്ന് രാഘവൻ അങ്ങനെ അറിയാണ്. അത് ചോദിക്കാനായി രാഘവൻ അങ്ങനെ വർഷയെ കാണാനായി വരികയാണ്. രാഘവനാണെങ്കിൽ മദ്യപിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. വന്നതും കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. അഭിരാമിയാണ്. വാതിൽ തുറന്ന് ആരാണെന്ന് പോയി നോക്കുന്നത് വർഷയുടെ രണ്ടാനച്ഛൻ രാഘവനാണെന്ന് അറിയുന്നതും അഭിരാമി അയാളോട് ദേഷ്യപ്പെടുകയാണ്. താനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട്, വർഷയുടെ കല്യാണം തീരുമാനിച്ചത് ഞാൻ അറിഞ്ഞു. ആരോട് ചോദിച്ചിട്ടാണ് അവളുടെ കല്യാണം തീരുമാനിച്ചത്? ഈ കല്യാണം നടത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആരാണ് അവളെ കെട്ടാൻ പോകുന്നവനെന്നൊക്കെ രാഘവൻ അങ്ങനെ അഭിരാമിയോട് ചോദിക്കുകയാണ്. അഭിരാമിയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ രാഘവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ രാഘവൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നത് കേട്ട് മല്ലിക അത് നേരെ പോയി വസുന്ധരയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കുടികാരൻ വീണ്ടും വന്നിട്ടുണ്ട് മാഡം. വർഷയുടെ രണ്ടാനച്ഛൻ, അയാൾ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കാന്ന് പറയാണ്. അങ്ങനെ വസുന്ധരയും മല്ലികയും എല്ലാരും കൂടി ചേർന്ന് രാഘവന്റെ അടുത്തേക്ക് പോവുകയാണ്. രാഘവൻ അങ്ങനെ വസുന്ധരയോടും ചൂടാവുന്നുണ്ട്. വസുന്ധര പറയുന്നുണ്ട്, എന്റെ മകന് വേണ്ടിയാണ് വർഷയെ കല്യാണം ആലോചിച്ചത്. ഈ കല്യാണം ഞാൻ എന്തായാലും നടത്തുമെന്ന് പറയാണ്. എന്നാൽ രാഘവൻ പറയുന്നുണ്ട്, ഞാനതിന് സമ്മതിക്കില്ലെന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിവേകും വർഷയും ശ്രീനാഥും എല്ലാവരും വരികയാണ്. ശ്രീനാഥിനെ കാണുന്നതോടെ രാഘവൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തലങ്ങും വിലങ്ങും നിന്ന് രാഘവനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. എന്നാൽ വസുന്ധരയ്ക്കാണെങ്കിൽ രാഘവന്റെ ആ പ്രവൃത്തികൾ ഒന്നും തന്നെ ഇഷ്ടമായിട്ടില്ല. ആ ഇഷ്ടക്കേട് വസുന്ധര വർഷയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. വർഷയോട് മാത്രമായി വസുന്ധര അങ്ങനെ സംസാരിക്കുകയാണ്. വർഷ, ഇനി അയാൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അത് തടയാൻ വേണ്ടി വർഷ എന്തു ചെയ്യുന്നു എന്നേ എനിക്കറിയണ്ട. അതിന്റെ ആവശ്യവും എനിക്കില്ല. പക്ഷെ അയാൾ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് വർഷ തടഞ്ഞേ മതിയാവൂ എന്നങ്ങനെ വർഷയോട് വസുന്ധര കടുപ്പിച്ചു പറയാണ്. ഇത് കേട്ട് വർഷയ്ക്കാണെങ്കിൽ ആകെ സങ്കടാവുന്നുണ്ട്. വർഷ തിരിച്ചൊന്നും പറയാതെ മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പോലീസുകാർ വന്ന് അഞ്ജുവിനോട് വരാനായി പറയുന്നുണ്ട്. എന്നാൽ അഞ്ജുവിനെ ഒറ്റയ്ക്ക് വിടാൻ ശിവ തയ്യാറാവുന്നില്ല. അങ്ങനെ ശിവയും അഞ്ജുവും കൂടി പോലീസുകാരുടെ കൂടെ പോവുകയാണ്. ഒരു അജ്ഞാത ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാനാണ് അഞ്ജുവിനെ പോലീസുകാർ കൊണ്ടുപോകുന്നത്. ഇത് ശിവയ്ക്ക് അറിയാമെങ്കിലും ശിവ ആ കാര്യം അഞ്ജുവിനോട് പറയുന്നില്ല. രാഹുലിൻ്റെതാണോ എന്ന് പോലീസുകാർക്ക് സംശയമാണ്. അങ്ങനെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തേക്ക് അഞ്ജുവിനെയും ശിവയെയും പോലീസുകാർ കൊണ്ടുവരുന്നുണ്ട്. ശിവയാണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര, ആ അജ്ഞാത ബോഡി ഒരിക്കലും രാഹുലേട്ടന്റെ ആയിരിക്കരുതേ എന്ന്. എന്നാൽ ആ ഡെഡ് ബോഡി അങ്ങനെ കിടക്കുന്നത് കണ്ട് അഞ്ജു ആണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് ഒരു നിമിഷം തന്റെ രാഹുലിന്റെ ആണോ എന്ന് ചിന്തിക്കുകയാണ്. ആ ഡെഡ് ബോഡി അങ്ങനെ കാണുന്നതും അഞ്ജു കരഞ്ഞങ്ങനെ അത് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അഞ്ജുവും ശിവയും അങ്ങനെ ഡെഡ് ബോഡിക്ക് മുന്നിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. ഒരിക്കലും ആ ഡെഡ് ബോഡി രാഹുലിൻ്റെതാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.